പ്രാർത്ഥിച്ചു. ഇന്ന് ആരോഗ്യത്തോടെ ദൈവം കൊണ്ടുവന്നതോർത്ത് ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ മീറ്റിംഗ് ഇവിടെ തുടങ്ങിയപ്പോൾ, YWCയിലല്ല, ഇവിടെ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആദ്യം വന്ന കുഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, അവന്റെ വഴികൾ ദൈവം തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിയ വേളയിൽ വചനചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 126 സങ്കീർത്തനങ്ങൾ 126 അതിന്റെ 3-ാമത്തെ വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 126 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വേദഭാഗം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്? ഹല്ലേലൂയ. യഹോവ നമ്മളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ മുഖത്ത് എന്തുകൊണ്ടാ ചിരിയുള്ളത്? ആമേൻ. കർത്താവ് നമ്മളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാ. ഇന്ന് പലർക്കും ചിരിക്കുവാൻ കഴിയാതെ, ഒരു നിമിഷം പോലും സന്തോഷിക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളോട് കൈമാറുന്നു. യഹോവ നിങ്ങളിൽ, ആമേൻ, ഒന്ന് പറഞ്ഞാട്ടെ, യഹോവ എനിക്ക് വൻ കാര്യം ചെയ്തിരിക്കുന്നു. യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇന്ന് സന്തോഷിക്കുവാൻ പല കാരണങ്ങളും പല സാധ്യതകളും മനുഷ്യൻ കണ്ടെത്തുമ്പോൾ, സാമ്പത്തികം മുടക്കി സന്തോഷത്തിനുള്ള കാര്യങ്ങളെ കണ്ടെത്തുമ്പോൾ, വചനം ഇവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത് യഹോവ എൻ്റെ മേൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്, യഹോവ എനിക്ക് വലിയവ ചെയ്തത് കൊണ്ടാണ്, യഹോവ വൻ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് എനിക്ക് സന്തോഷിക്കാനുള്ളത്. എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടെങ്കിൽ അത് യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാ. ഇന്നലെ വരെ ചിരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ സന്തോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു. യഹോവ നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ സന്തോഷിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ സന്തോഷിക്കുന്നു. 126 സങ്കീർത്തനം ഒത്തിരി പലപ്പോഴായി ഒരുപക്ഷെ നമ്മൾ വചനങ്ങൾ കേട്ടതും സങ്കീർത്തനത്തിനകത്തു നിന്ന് വാക്യങ്ങൾ വായിക്കുന്നതും ഒത്തിരി നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ ഒരു വേദഭാഗമാണ് 126 സങ്കീർത്തനം. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബിലോണിയ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനതയുടെ സ്വന്തം ദേശത്തേക്കുള്ള മടങ്ങിവരവാണ്. ഏകദേശം 70 വർഷത്തെ അടിമത്തത്തിന് ശേഷം അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരികയാ. നീണ്ട വർഷങ്ങൾ അടിമത്തത്തിൽ കിടന്നു. അവിടെ ആർപ്പില്ലായിരുന്നു, സന്തോഷിക്കാൻ വഴിയില്ലായിരുന്നു, സാഹചര്യമില്ലായിരുന്നു, നല്ലൊരു അവസ്ഥയില്ല, ചിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇവർക്ക് പ്രവാസത്തിലില്ലായിരുന്നു. കാരണം പ്രവാസത്തിലിരിക്കുക, പിടിക്കപ്പെട്ടിരിക്കുകയാ, അടിമത്തത്തിലിരിക്കുക. പക്ഷേ വചനം എഴുതി വെച്ചിരിക്കുകയാ, അവരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിന്റെ പ്രാരംഭത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ വൈകിയ വേള ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, സ്വപ്നം കാണുന്നത് പോലെ ഒരു വിടുതലുകൾ, സ്വപ്നം കാണുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്തു നടക്കുമെന്ന് ഞാൻ പറഞ്ഞ അതിനെ സ്വീകരിക്കാൻ കഴിയുമോ? ഏതു പ്രവാസത്തിനകത്തു നിന്നെ പിടിച്ചിട്ടാലോ, ഏത് സാഹചര്യത്തിനകത്തു നിന്നെ ചിരിക്കുവാൻ കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ പിശാച് ഒതുക്കിയാലോ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ. പ്രവാസത്തിൽ ഇരിക്കുമ്പോ സന്തോഷിക്കാൻ പറ്റത്തില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഒരുപക്ഷെ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടോ അറിയത്തില്ല. നീണ്ട 70 വർഷം ഹല്ലേലൂയ അടിമത്തത്തിൽ കിടക്കുകയാ, അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുകയാ, സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ല.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രവചന ശബ്ദമായി കൈമാറുന്നു. ചില വർഷങ്ങളായി നിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് കാലുവെക്കുവാൻ കഴിയാതെ, ചില വർഷങ്ങളായി നിനക്ക് ജീവിതത്തിന്റെ നല്ല ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ പിശാച് എവിടെയെങ്കിലും നിന്നെ കുടുക്കി വെക്കുന്നുണ്ടെങ്കിൽ, പിശാച് എവിടെയെങ്കിലും നിന്നെ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. അതിനകത്തുനിന്ന് നീ മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അതിനകത്തുനിന്ന് നീ മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരും. രണ്ടാം വാക്യം എഴുതി വെച്ചിരിക്കുന്നു, അന്നു ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഹാലേലിയ. പുറത്തു കൊണ്ടുവരുന്ന സമയം. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, ഹാലേലിയ. ചിരി നഷ്ടപ്പെട്ടോ, സന്തോഷം നഷ്ടപ്പെട്ടോ, ആർപ്പ് നഷ്ടപ്പെട്ടോ, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടാരത്തിനകത്ത് മടക്കി തരൂ. നിന്റെ തലമുറയെ ഓർത്ത് നീ വിഷമിക്കുന്നുണ്ടോ? നിന്റെ ഭാവിയെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടോ? അതിനെ ഓർത്ത് നിനക്ക് ആർക്കുവാൻ കഴിയാതെ, നിനക്ക് ആർപ്പിടുവാൻ കഴിയാതെ, സ്തുതിക്കുവാൻ കഴിയാതെ, ഏതെങ്കിലുമൊക്കെ അടിമ നുകത്വത്തിൽ പിശാച് നിന്നെ കുടുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇത് പൊട്ടുന്ന ഒരു സമയമുണ്ട്. ഇതിനകത്തുനിന്ന് നീ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ, ചെറിയ കാര്യം. യഹോവ എന്തെങ്കിലും ചെയ്താൽ ചെറിയ കാര്യമല്ല ചെയ്യുന്നത്. യഹോവ എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ അത് ചെറുതായിട്ടല്ല പ്രവർത്തിക്കുന്നത്. മാധ്യസ്ഥങ്ങളെ, വൻ കാര്യങ്ങളാ. ഹല്ലേലൂയ. യഹോവ പ്രവർത്തിച്ചാൽ ചെറുതായിട്ടല്ല പ്രവർത്തിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലപ്പുറമായി, സ്വപ്നം കാണാൻ കഴിയുന്നതിലും അപ്പുറമായത് ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ആരോടൊക്കെയോ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. നിങ്ങളുടെ ലൈഫിനകത്ത് കർത്താവ് ചില വൻ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ, നിങ്ങളുടെ ചിന്തയ്ക്ക് പിടിക്കാൻ കഴിയാത്തതുപോലെ, നിന്റെ നിരൂപണങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതുപോലെ ഉള്ള ചില വൻ കാര്യങ്ങൾ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി, നിന്റെ കുടുംബത്തിനും വേണ്ടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്നെന്ന് ഞാൻ പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വന്തം ജനമാ, പക്ഷെ അടിമനുകത്തി കിടക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് ഒത്തിരി ആഴമായി സംസാരിക്കുന്നു. എവിടേക്കോ പിശാച് നിങ്ങളെ ഒതുക്കിയിട്ട ചില സാഹചര്യങ്ങൾ, എവിടേക്കോ പിശാച് നിന്നെ അടിമത്തത്തിൽ പിടിച്ചിരിക്കുന്നു. സ്വതന്ത്രമായി മൂവ് ചെയ്യുവാൻ കഴിയാതെ, സ്വതന്ത്രമായി നിനക്ക് അനങ്ങുവാൻ പോലും കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ, സ്വസ്ഥമായി വീടിനകത്തിരുന്ന് സമാധാനത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ നിന്നെ അകപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൈമാറുന്നു. ഒരു മടങ്ങി വരവുണ്ട്, ഒരു മടങ്ങി വരവുണ്ട്, ഒരു മടങ്ങി വരവുണ്ട്. അത് ദൈവത്തിന്റെ നിന്നോടുള്ള ഫേവറാണ്. ഒരു മടങ്ങി വരവുണ്ട്. സകലവും തിരിച്ചു പിടിക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ. സകലവും നീ സ്വന്തം വാഗ്ദത്തത്തിനകത്തേക്ക് നീ കയറുന്ന ഒരു സമയം. വാഗ്ദത്തം കേൾക്കുക മാത്രമല്ല, ഹല്ലേലൂയ, എന്നും ഇങ്ങനെ കേട്ടാൽ മതിയോ? പറ്റത്തില്ല. എനിക്കിത് പ്രാപിക്കണം. ഞാൻ കേട്ട വാഗ്ദത്തത്തിനകത്തേക്ക് എനിക്കൊന്ന് കയറണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി അത് ചെയ്യാൻ തുടങ്ങുകയാ. എന്തോ ഈ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില വൻ കാര്യങ്ങൾ, ചില വ്യക്തികൾക്ക് വേണ്ടി ചില വൻ കാര്യങ്ങൾ ഇന്ന് ഇതിനകത്ത് കയറി വന്നിരിക്കുന്നത് ആരോടോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വൻ കാര്യങ്ങളെ ചെയ്യുന്ന. ആരോഗ്യം പോകുമ്പോൾ നമ്മുടെ ചിരി നഷ്ടപ്പെടും. ശരീരത്തിനകത്ത് രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. നമ്മുടെ വഴികൾ തുറക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, നമ്മുടെ ആർപ്പ് നഷ്ടപ്പെടും. ഹല്ലേലൂയ. പിന്നെ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയത്തില്ല. ഇതാ നിന്നെ അടിമനുകത്തിലാക്കി വെക്കുന്ന പിശാചിന്റെ പദ്ധതി. തലമുറയുടെ വഴികൾ അടയുമ്പോൾ ആർക്കുവാൻ കഴിയുന്നില്ല, സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, പ്രതികൂലത്തിന്റെ നടുവിലോ ആർക്കുവാൻ കഴിയുന്നെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവിലോ വഴി അടഞ്ഞിരിക്കുമ്പോഴോ യാതൊരു വഴിയും നിന്റെ മുന്നിൽ കാണുന്നില്ലെങ്കിലോ നിനക്ക് ആർക്കുവാൻ കഴിയുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വഴി ഇതാണെന്ന് പറയുന്ന ഒരു ദൈവ
ഹല്ലേലൂയ. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, വൻ കാര്യങ്ങൾ ചെയ്യുകയാ. ഈ ആഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളോട് ഞാൻ പ്രവചന ശബ്ദം കൈമാറാം. യഹോവ നിങ്ങളിൽ ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാ. വലിയ കാര്യങ്ങൾ, ഹല്ലേലൂയ, നിനക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത്, ഹല്ലേലൂയ, നിനക്ക് നീ എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത് ചില ചെറിയ കാര്യങ്ങളാ. നമ്മളെപ്പോഴും മാനുഷികമായി ഇമാജിൻ ചെയ്യുന്നത് നമ്മുടെ ചെറിയതായ കാര്യങ്ങളാ. കാരണം നമ്മുടെ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ ഇമാജിൻ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ നിന്നുകൊണ്ടാണ് ചില വിടുതലുകളെ നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷെ യഹോവ എങ്ങനെ ചെയ്തത്? യഹോവ വലിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യമോ, പ്രവാസത്തിനകത്ത് കിടക്ക് എങ്ങനെ പുറത്തു വരുമെന്ന് അറിയത്തില്ല. പക്ഷെ സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ നീ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത്, നീ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് അങ്ങനെ വിശ്വസിക്കും. കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് ചില ദൈവപ്രവർത്തികൾ നടക്കുമെന്ന്. കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് സ്വപ്നം കാണുന്ന പദം എന്തോ പരിശുദ്ധാത്മാവ് ഒത്തിരി ഇടപെടുന്നല്ലോ. സ്വപ്നം കാണുന്നത് പോലെ ഇതാ ദൈവം ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി സമയമൊന്നും വേണ്ട. ഫറവോന്റെ മുന്നിൽ ചെന്ന് നിന്ന മോശ പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് ഞാൻ അങ്ങ് പറയാമേ, എൻ്റെ ജനത്തെ വിട്ടയക്കുക. പറ്റത്തില്ലെന്ന് പറഞ്ഞു. ബാധകൾ അഴിച്ചു വിടുകയാ. 9 ബാധ അഴിച്ചു വിട്ടിട്ടും ഒരു രക്ഷയുമില്ല. 9 പ്രാവശ്യം നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഫറവോനെ 10ാമതൊന്നുണ്ട്. അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. അതിനകത്ത് എന്റെ ജനം പുറത്തു വരുന്ന ഒരു വിടുതലുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി ചില വൻ കാര്യങ്ങൾ കഴിഞ്ഞ 9 പ്രാവശ്യം നടക്കാത്തത് 10ാമത്തത് അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോ, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്ന് ശത്രു നിന്നെ നോക്കി പറയാൻ തുടങ്ങുകയാ, യഹോവ അവരിൽ എന്തോ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവരിൽ എന്തോ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് ചിരിക്കുന്നു. ഇന്നലെ വരെ പിശാച് നമ്മളെന്നൊക്കെ പറയുന്നത് എന്തുവാ? അവന്റെ വീടിനകത്ത് സന്തോഷമില്ല, അവന്റെ വീടിനകത്ത് ആർപ്പില്ല, അവന്റെ വീടിനകത്ത് ചിരിയില്ലെങ്കിലേ. ഇതാ പിശാച് നമ്മളെ നോക്കി പറയുന്നത്. ഇതാ സമൂഹം നമ്മളെ നോക്കി പറയുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരു മടങ്ങി വരവുണ്ടായി കഴിയുമ്പോൾ ഇത് ജനം നമ്മൾ പറയുകയാണെ, അവരിൽ എന്തോ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്, അവരിൽ എന്തോ വൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരിൽ എന്തോ അവരുടെ അകത്ത് എന്തോ ഒരു ദൈവപ്രവൃത്തി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ ശക്തമായി ഇടപെടുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നടക്കും. വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിന് താഴേക്ക് വരുമ്പോൾ അവർ എഴുതി വെച്ചിരിക്കുക, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആമേൻ. അപ്പൊ ഇന്നലെ വരെ നിങ്ങൾ എവിടെങ്കിലുമൊക്കെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, പ്രവാസത്തിലിരുന്നോ അല്ലാതെയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിനകത്ത് ആരും കാണാതെ കണ്ണുനീരൊഴുക്കിയ ദിവസങ്ങളുണ്ടെങ്കിൽ, ആരും കാണാതെ ദൈവസന്നിധി കരഞ്ഞ ദിവസങ്ങളുണ്ടെങ്കിൽ, ഒരുപക്ഷെ യാത്ര ചെയ്തപ്പോൾ കരഞ്ഞിട്ടുണ്ടാകാം, ഒറ്റയ്ക്ക് ദൈവസന്നിധി ഇരുന്ന് നിലവിളിച്ചിട്ടുണ്ടാകാം. ആരും കാണാതെ ഒഴുക്കിയ കണ്ണുനീരിന് മറുപടി ഉണ്ട്. മറുപടി ഉണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അപ്പം കണ്ണുനീരോടെ വിതച്ചാലേ ആമേൻ ആർപ്പോടെ കൊയ്യാൻ പറ്റത്തുള്ളൂ. എന്നും കണ്ണുനീര് മാത്രമല്ലെന്ന്, എന്നും സങ്കടം മാത്രമല്ല, ഇത് കൊയ്യുമ്പോഴില്ലേ, ഇത് അനുഭവിക്കുമ്പോഴില്ലേ ഒരാർപ്പുണ്ടെന്ന്. ഇന്നലെ വരെ നീ ഒരു വിഷയത്തിനകത്ത് കണ്ണുനീരൊഴുക്കിയോ? ഇന്നലെ വരെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് കരഞ്ഞോ? നീ സന്തോഷത്തോടെ അത് തിരിച്ചു പിടിക്കുന്ന സമയമുണ്ട്, അത് സന്തോഷത്തോടെ മടക്കി പിടിക്കുന്ന സമയമുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കരമടിച്ച് അതിനെ സ്വീകരിച്ചോ. ഇന്നലെ വരെ പിശാച് നിന്നെ കരയിച്ച വിഷയങ്ങൾ, ഇന്നലെ വരെ പിശാച് നിന്നെ ഒതുക്കി
നൽകിയ വിഷയങ്ങൾ, ഇന്നലെ വരെ പിശാച് നിന്നെ വേദനിപ്പിച്ച വിഷയത്തിനകത്ത് നീ ആർപ്പോടെ 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 കണ്ണുനീരോടെ വിതയ്ക്കുന്നു, ആർപ്പോടെ കൊയ്യുന്നു. അടുത്തത് വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. വിത്ത് ചുമന്ന് കരയുന്നു, വിതച്ചുകൊണ്ട് നടക്കുന്നു. കരഞ്ഞോണ്ടാ, പക്ഷെ അടുത്ത പദം എഴുതി വെച്ചിരിക്കുക, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ആർത്തും കൊണ്ടുവരുന്നു. ഇന്നെന്തോ ഈ പദം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഭയങ്കരമായി കർത്താവ് ലോക്ക് ചെയ്തിടുകയാ. ചില ആർപ്പിന്റെ ദിവസങ്ങൾ, ചില ആർപ്പിന്റെ ദിവസങ്ങൾ നിങ്ങളുടെ വീടുകൾക്കകത്ത് തമ്പുരാൻ കൊണ്ടുതരികയാ. വചനത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആർപ്പിട്ടിടത്ത് ജയം ഉണ്ടായിട്ടുണ്ട്, ആർപ്പൊള്ളടത്ത് ജയം ഉണ്ടായിട്ടുണ്ട്. പിശാച് ഫസ്റ്റിൽ എടുത്തു കളയുന്നത് എന്താണെന്നറിയോ? വീടിനകത്തെ ആർപ്പിനെ. ഹല്ലേലൂയ, ഒരുമിച്ചുള്ള ആരാധനയെ, ഒരുമിച്ചുള്ള പ്രാർത്ഥനയെ, ഹല്ലേലൂയ, അതിനെ അങ്ങ് ക്ഷീണിപ്പിക്കും. എന്താ? നീ ആർക്കരുത്. നീ ആർത്താൽ ചിലത് ഇടിഞ്ഞു വീഴുമെന്ന് പിശാചിനറിയാം, ചില മതിലുകളൊക്കെ ഇടിയുമെന്നറിയാം. അതുകൊണ്ട് നീ ആർക്കരുത്. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കൊണ്ടുവന്ന്, എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന്, രോഗങ്ങൾ കൊണ്ടുവന്ന്, കഷ്ടതകൾ കൊണ്ടുവന്ന് നിന്റെ ആർപ്പിനെ കളയും. ആർപ്പില്ലാതെ വന്നാൽ, ആർക്കാൻ കഴിയാതിരുന്നാൽ, സന്തോഷിക്കാൻ അല്ലെ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതിരുന്നാൽ, ഹല്ലേലൂയ വൺ ബൈ വൺ ആയി നമ്മുടെ നന്മകൾ നഷ്ടപ്പെടും, നമ്മുടെ ചിരി നഷ്ടപ്പെടും, നമ്മുടെ ആനന്ദം പോകും. ഹല്ലേലൂയ, മണവാളന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇരമ്യ പ്രവചനത്തിൽ എഴുതി വെച്ചിരുന്നു, മണവാളന്റെ സ്വരം, മണവാട്ടിയുടെ സ്വരം, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് ഒത്തിരി ശാന്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. എന്തോ നിങ്ങളുടെ വീടിനകത്ത് ചില ആർപ്പിന്റെ സ്വരങ്ങൾ, വിശ്വസിക്കാൻ പറ്റുന്നവരൊക്കെ വിശ്വസിച്ചോ? ചില ആർപ്പിന്റെ സ്വരങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ തുടങ്ങുകയാ. ഇന്നലെ വരെ ആർക്കുവാൻ കഴിയാതെ, ഇന്നലെ വരെ സ്തുതിക്കുവാൻ കഴിയാതെ നീ തലകുനിച്ച ചില വിഷയങ്ങളില്ലേ, ഇന്നലെ വരെ നിന്റെ കണ്ണുനീര് വീണ വിഷയങ്ങളില്ലേ, നീ കരഞ്ഞ വിഷയങ്ങളില്ലേ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, അതിനകത്തു ഞാനൊരു വലിയ പ്രവൃത്തി അയക്കാൻ തുടങ്ങുകയാ. അതിനകത്തു ഞാനൊരു വൻ കാര്യം ചെയ്യാൻ തുടങ്ങുകയാ. കുഞ്ഞേ, ഹല്ലേലൂയ, നീ കരയണ്ട, നീ കരയണ്ട. നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നീ കരയുന്ന ശബ്ദത്തിങ്കൽ തന്നെ നിനക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി, നിനക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനെ കരച്ചിലിനെ കേട്ടു, അവരുടെ നിലവിളിയെ കേട്ടു. പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെ അവരെ രക്ഷിപ്പാൻ ഞാൻ വേഗത്തിൽ ഇറങ്ങി വരുന്നു, ഹല്ലേലൂയ, വിടുവിപ്പാൻ ഞാൻ വേഗത്തിൽ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കരയുന്ന ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ആർപ്പിടാൻ കഴിയാത്ത വിഷയത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേഗത്തിൽ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ, വേഗത്തിൽ ഇറങ്ങി വരികയാ. ചില പ്രയാസത്തിനകത്തുകൂടെ ഒക്കെ കടന്നു പോകുന്ന ആരൊക്കെയോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ചില വിഷയത്തിനകത്തുകൂടെ ഇറങ്ങിപ്പോകുന്ന ആരൊക്കെയോ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, ഞാൻ നിന്റെ കൂടാരത്തിനകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം വെളിപ്പെടുത്തുകയാ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഞാൻ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം വെളിപ്പെടുത്തുകയാ. നിനക്കത് വെളിപ്പെടുവാൻ കഴിയുന്നില്ല, നിനക്ക് ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല, നിനക്ക് ആ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, അത് നിന്റെ കൂടാരത്തിനകത്ത് മടങ്ങി വരുന്ന, അത് മടങ്ങി വരികയാ. എങ്ങനെ? സ്വപ്നം കാണുന്നത് പോലെ. അതെന്തൊരു വാക്കല്ലേ, സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ. സ്വപ്നം ഒരു മിനിറ്റ് ചില സ്വപ്നങ്ങൾ നമ്മൾ കാണത്തുള്ളൂ. കണ്ണ് തുറന്നത് നോക്കിയാ പിന്നെ അതെന്താണെന്ന് പോലും ചില സമയത്ത് മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ ഒരു കണ്ണടയ്ക്കുന്ന സെക്കൻഡിൽ
ഹല്ലേലൂയ. നമ്മുടെ കൺപോളകൾ എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ആരുടെയോ വീടിനകത്ത് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ കാണാ മറയത്തു നടക്കുന്നെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സ്വീകരിച്ചോ. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ, ഇവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോ നിനക്ക് ചെന്നെത്താൻ കഴിയാത്ത ചില ഇടങ്ങളിൽ, ഹല്ലേലൂയ, നിനക്ക് പോയി ഇടപെടാൻ കഴിയാത്ത ചില ഏരിയകളിൽ സ്വർഗത്തിന്റെ കരം ഹല്ലേലൂയ വൻകാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. ഇവരെങ്ങോട്ടും പോയില്ല, പക്ഷെ അവരിരുന്ന പ്രവാസത്തിനകത്തേക്ക്, ഹല്ലേലൂയ, അവരിരുന്ന സാഹചര്യത്തിനകത്തേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങുകയാ. അവരെ വിടുവിപ്പാൻ ഹല്ലേലൂയ കർത്താവിന്റെ കരം ഇറങ്ങുകയാ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ ഇരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, നീ ഇരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി, നീ കരയുന്നിടത്ത് നിനക്ക് വേണ്ടി, നീ മുട്ടുകുത്തുന്നിടത്ത് നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, നീ എങ്ങും ഓടിപ്പോകണ്ട, ഹല്ലേലൂയ, നീ എങ്ങും ഹല്ലേലൂയ നോക്കി പോകണ്ട. ഇരിക്കുന്നിടത്ത് ഹാഗാർ എങ്ങോട്ട് പോയില്ല. ഹല്ലേലൂയ, ഇരിക്കുന്നിടത്ത് നിലവിളിച്ചവൾ പറഞ്ഞു, അപ്പുറത്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു വൻകാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നീ കണ്ണു തുറന്ന് നോക്ക്, നീ കണ്ണു തുറന്ന് നോക്ക്, നിനക്ക് വേണ്ടി ചില വൻകാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കരയുന്ന ഈ വിഷയത്തിനകത്ത് ഇന്നെന്തോ പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നു. ചില പ്രാർത്ഥനാ മുറിക്കകത്ത് മുട്ടുമടക്കുന്ന വിഷയത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ ഈ ആഴ്ച നടക്കുമെന്ന് അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ആഴ്ച ഒരു ദൈവപ്രവർത്തി നടക്കുമെന്ന്. ഹല്ലേലൂയ, വൻകാര്യങ്ങളെ, ഹല്ലേലൂയ, വൻകാര്യങ്ങളെ. ഞാൻ ഈ ദൂത് കേൾക്കാനാ കർത്താവ് ഇന്ന് ഇതിനകത്ത് ഓടിച്ചു കൊണ്ടുവന്നത്. ഈ ദൂത് എന്തോ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ കുടുംബത്തോട് ശക്തമായി ഇടപെടുന്നു. ഈ ദൂത് കേൾക്കാനാ പരിശുദ്ധാത്മ കൊണ്ടുവന്നത്. ഹല്ലേലൂയ, ചിരിയോ ആർപ്പും നിന്റെ കൂടാരത്തിനകത്തുണ്ടാകോ. ചില നാളുകളായില്ലേ അത് നഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ട്, ചില ദിവസങ്ങളായില്ലേ അത് പുറത്തു വരുവാൻ കഴിയാതെ ഇരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, ഞാനത് മടക്കി തരുമെന്ന്. കരമടിച്ചു 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 കർത്താവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചിലത് മടക്കി തരും. ആമേൻ, ഹല്ലേലൂയ. പിശാച് കൊണ്ടുപോയതിനെ, പിശാചെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകും. പിശാചിന്റെ പദ്ധതി ഹല്ലേലൂയ നമ്മുടെ കയ്യിലുള്ളതിനെ കവർന്നു കൊണ്ടുപോകുക. പക്ഷെ കർത്താവ് നമ്മുടെ കയ്യിലുള്ളതിനെ കവർന്നു കൊണ്ടുപോകുകയല്ല, അതിനെ മടക്കി തരികയാ. അതുകൊണ്ടല്ലേ അവനെ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ മടക്കി കൊടുക്കൂ. ഹല്ലേലൂയ, ഞാൻ പകരം കൊടുക്കൂ, ഞാൻ മടക്കി കൊടുക്കൂ. നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിശാച് മോഷ്ടിച്ചോണ്ട് പോയി ണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുകയാ. അത് മടങ്ങി വരൂ, അത് മടങ്ങി വരൂ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൂത് സ്വീകരിക്കുക. അത് മടങ്ങി. നിന്റെ ആരോഗ്യം മോഷ്ടിച്ചോ, നിന്റെ ഭാവിയെ മോഷ്ടിച്ചോ, നിന്റെ സമയത്തെ മോഷ്ടിച്ചോ, നിന്റെ സാമ്പത്തിക നന്മയെ മോഷ്ടിച്ചോ, അത് മടങ്ങി വരും, അത് മടങ്ങി വരൂ. ഹല്ലേലൂയ, പറഞ്ഞാട്ടെ, അത് മടങ്ങി വരൂ. സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ അത് മടങ്ങി വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്ത നഷ്ടപ്പെട്ടതിനെ മുഴുവനെയോ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചനാത്മാവിൽ കൈമാറുകയാ. നീ മടക്കി പിടിക്കുന്ന ഒരു സീസൺ ഉണ്ട്. നീ മടക്കി പിടിക്കുന്ന ഒരു സീസൺ ഉണ്ട്. ഇന്നലെ വരെ മോനെ നിനക്ക് നഷ്ടപ്പെട്ടതിനെ നീ മടക്കി പിടിക്കുന്ന ഒരു സീസൺ. സ്വർഗത്തിലെ ദൈവം തുറക്കുകയാ നിന്റെ ഭാവിയുടെ, നിന്റെ സമയങ്ങൾ, നിന്റെ ദിവസങ്ങൾ. പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ, നിന്റെ ടൈമുകൾ, നിന്റെ ദിവസങ്ങൾ ഹല്ലേലൂയ പിശാച് കവർന്നു കൊണ്ടുപോയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു. അത് മടങ്ങി വരൂ. സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ ചില വാഗ്ദത്തങ്ങൾ നീ തിരിച്ചു പിടിക്കുമെന്ന്. സ്വപ്നം കാണുന്നത് പോലെ ചില വാഗ്ദത്തങ്ങൾ നീ തിരിച്ചു പിടിക്കൂ. നിന്റെ നാവിനകത്ത് ഇനിയും ചിരി ഉണ്ടാകൂ, നിന്റെ നാവിനകത്ത് ഇനിയും സന്തോഷം ഉണ്ടാകൂ, നിന്റെ നാവിനകത്ത് ഇനിയും ആർപ്പിന്റെ സ്വരം.
ഇത് വരുമ്പോ നമ്മൾ എന്താ പറയുന്നേ? യഹോവ അവരിൽ എന്തോ പ്രവർത്തിച്ചിട്ടുണ്ട്, യഹോവ അവരിൽ വൻ കാര്യങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ അയൽവാസി ഇത് പറയാൻ തുടങ്ങുകയാ, നിന്നെ നോക്കിയിരിക്കുന്നവർ ഇത് പറയാൻ തുടങ്ങുകയാ. അവരിൽ എന്തോ വൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവര് ചെറിയതല്ല നടക്കുന്നത്, ചെറിയതല്ല നടക്കുന്നത്, അവരിൽ നടക്കുന്നത് എന്തോ വലിയത്. അവരിൽ നടക്കുന്നത് വചനം എഴുതി വെച്ചിരിക്കുന്നു, വലിയവനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. നീ തകർന്നെന്ന് നോക്കിയവർ, നീ തകർന്നെന്ന് പറഞ്ഞവര് ഇനി ഇത് പറയാൻ തുടങ്ങുകയാ. നീ ഇല്ലാതായെന്ന് പറഞ്ഞവര് ഇനി പറയാൻ തുടങ്ങുകയാ. അവരിൽ എന്തോ വൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരിൽ എന്തോ വലിയ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നീ മടങ്ങി വരുന്ന, മടങ്ങി വരുന്ന, മടങ്ങി വരുന്ന. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ മറ്റു സാധ്യതകളോ? ഹല്ലേലൂയ. പണം മുടക്കി സന്തോഷിക്കുന്നവരുണ്ട്. സന്തോഷിക്കുവാൻ വേണ്ടി ഇന്ന് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾ ചെയ്തു കൂട്ടുന്നേ. ഹല്ലേലൂയ. മദ്യം കുടിച്ച് സന്തോഷിക്കുന്നവർ, വിവിധ ആഘോഷങ്ങൾ നടത്തി സന്തോഷിക്കുന്നവർ, സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുമ്പോഴും ഞാൻ പറയാം, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും. പക്ഷെ ദൈവം നമുക്ക് സന്തോഷിക്കാൻ തന്നിരിക്കുന്നത്, ദൈവം നമ്മളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഞങ്ങൾ സന്തോഷിക്കുന്നു. ചിരിയില്ലായിരുന്നു ഇവർക്ക്, പ്രാർത്ഥനയില്ലായിരുന്നു, ഒരുപക്ഷെ ആരാധനയില്ലായിരുന്നു, ഒരുമിച്ചുള്ള കൂട്ടായ്മയില്ലായിരുന്നു. ഇതെല്ലാം ഒരു സീസണില് ഇസ്രായേൽ ജനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമയം. പക്ഷെ ഇവിടെ പറയുകയാണേ, മടക്കി വരുത്തിയപ്പോൾ എന്തോ നഷ്ടപ്പെട്ട ആ പദം ഒത്തിരി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ മടങ്ങി വരാൻ തുടങ്ങുകയാ. ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറ, നിങ്ങളുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ, നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ. നഷ്ടപ്പെട്ടു പോയത്, നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയോ, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയോ, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ, നിന്റെ ഭാവി നഷ്ടപ്പെട്ടു പോയോ, നിന്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോയോ. അത് മുഴുവനും, അത് മുഴുവനും, അത് മുഴുവനും. ഹല്ലേലൂയ. അത് മുഴുവനും മടങ്ങി വരും. തുള്ളൻ, വെട്ടുക്കിളി, പച്ചപ്പുഴു ഇതെല്ലാം തിന്നു കഴിഞ്ഞാ പിന്നെന്താ ഉള്ളേ? പിന്നൊന്നുമില്ല, പിന്നൊന്നുമില്ല അച്ഛാ. പച്ചപ്പുഴു വിട്ടിലും കൂടെ വെട്ടിയാ പിന്നെ പറയുകയേ വേണ്ട. ഹല്ലേലൂയ. പച്ചപ്പുഴു തിന്നു കളഞ്ഞത്, തുള്ളൻ തിന്നു കളഞ്ഞത് മടങ്ങി വരും. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. മടങ്ങി വരും, മടങ്ങി വരും. ഹല്ലേലൂയ. ആ പദമൊന്ന് മടങ്ങി വരും, മടങ്ങി വരും. ഹല്ലേലൂയ. ചിലതൊക്കെ മടങ്ങി വരും കേട്ടോ. ഹല്ലേലൂയ. എന്തോ ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ഒത്തിരി ശക്തമായി ഇടപെടുകയാ. മടങ്ങി വരും. ഹല്ലേലൂയ. നീ മടക്കി പിടിക്കും. ഇവര് പ്രവാസത്തിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഇവരെ പിടിച്ചിട്ടപ്പോൾ ഒരിക്കലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ കാണത്തില്ല. കാരണം പ്രവാസത്തിൽ കിടക്കുന്നു, അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുന്നു. കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനതൊക്കെ പ്രയോജനങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ ഇതിനകത്ത് ഹല്ലേലൂയ മടങ്ങി വരും. കാരണം തൻ്റെ സ്വന്തം ജനമായതുകൊണ്ട് പിശാചിന് ഇവരെ അധികകാലം ഒതുക്കി വെക്കാൻ കഴിയത്തില്ലെന്ന് ദൂത് പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. നീ സ്വന്തം ജനമായതുകൊണ്ട്, ഹല്ലേലൂയ നിങ്ങൾ സ്വന്തം ജനമായതുകൊണ്ട്, ഹല്ലേലൂയ നീ മടങ്ങി വരുമെന്ന്. സ്വന്തം ജനമായതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ മടങ്ങി വരൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് നിന്നെ വിട്ടുകളയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനോട് ചേർന്നൊരു വേദഭാഗം ഒന്ന് വായിക്കാം. പാസ്റ്റർ ജസ്റ്റ് ഒന്ന് തൊട്ടു. യിരെമ്യാ പ്രവചനം. ഹല്ലേലൂയ. ശഖരമനഹദരിയ 33:11 യിരെമ്യാ പ്രവചനം 33:11. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പദം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ഇതൊന്നുകൂടെ വായിക്കണം. ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുക. ഒന്ന്, ഇനിയും ആനന്ദഘോഷം ഉണ്ടാകും. അടുത്തത് സന്തോഷധ്വനി ഉണ്ടാകും. മണവാളന്റെ സ്വരം ഉണ്ടാകും. മണവാട്ടിയുടെ സ്വരമുണ്ടാകും. അടുത്ത പദം സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ യാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും ഉണ്ടാകും. അപ്പം യഹോവ നല്ലവനല്ലോ എന്ന് പറയണമെങ്കിൽ അതിനുള്ള എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകണ്ടേ മധ്യസ്ഥങ്ങളെ? ഉണ്ടാകണം. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടായാലേ നമ്മൾ പറയത്തുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മളത് പറയും. ഹല്ലേലൂയ. പക്ഷെ ഇത് ചില നാളുകളായിട്ട് ഇല്ല. ഇത് ചില നാളുകളായിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്നില്ല. എന്താ? ഒരു വിടുതലുകൾ, ഒരു ദൈവപ്രവർത്തികൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടികൾ. പക്ഷെ ഇന്ന് സ്വർഗത്തിലെ ദൈവം പറയാ, ഇത് നിന്റെ വീടിനകത്ത് മടങ്ങി വരും. ഹല്ലേലൂയ, ഇത് നിന്റെ വീടിനകത്ത് മടങ്ങി വരും. നല്ല സാഹചര്യത്തിനൊന്നും നല്ല യിരെമ്യാ പ്രവാചകൻ കേൾക്കുന്ന ഒരു ദൈവശബ്ദമാണ്. 33 പ്രാരംഭം വായിച്ചു തുടങ്ങുമ്പോൾ ഹല്ലേലൂയ അത് നമുക്ക് മനസ്സിലാവും. അല്പം വചനം അറിയാവുന്നവരായിട്ടുണ്ട്. ഞാൻ അല്പം ഹല്ലേലൂയ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ താൻ പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ, തനിക്ക് അടച്ചിടപ്പെട്ട സാഹചര്യത്തിനകത്ത് കിടക്കുമ്പോഴാ ഈ ദൈവശബ്ദം കേൾക്കുന്നത്. നീ തകർന്നിരിക്കുന്ന സാഹചര്യത്തിനകത്താണെങ്കിലോ, നീ മുന്നോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിനകത്ത് ഇരിക്കുമ്പോഴോ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുകയാ, ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി, ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കുമെന്ന്. എന്ന് വെച്ചാൽ നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിക്ക് അപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി, ഒരു വൻ കാര്യം നിന്റെ ലൈഫിനകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. യിരെമ്യാവേ, എന്നും നീ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കത്തില്ല, എന്നും ഇതിനകത്ത് തകർന്ന് കിടക്കത്തില്ല. നിന്റെ ലൈഫിനകത്ത് ഒരു വൻ കാര്യമുണ്ട്. നിന്റെ ലൈഫിനകത്ത് ഒരു വലിയ പ്രവൃത്തിയുണ്ട്. സ്വപ്നം കാണുന്നത് പോലൊരു വിടുതലുകൾ, സ്വപ്നം കാണുന്നത് പോലൊരു വിടുതലുകൾ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ. കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന പത്രോസിന് അറിയത്തില്ല എങ്ങനെ പുറത്തു വരുമെന്ന്. എങ്ങനെ പുറത്തു വരുമെന്ന് തനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എങ്ങനെ പുറത്തു വരുമെന്ന് പത്രോസിന് അറിയത്തില്ല. പക്ഷെ ഹല്ലേലൂയ, താൻ അതിനകത്ത് കിടക്കുമ്പോ സ്വപ്നം കാണുന്നത് പോലെ ഒരു വിടുതല്. ഹല്ലേലൂയ. ആർക്കും വന്നെത്തി രക്ഷിക്കുവാൻ കഴിയാത്ത ഇടത്ത്, ആർക്കും ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയാത്ത ഇടത്ത് ഹല്ലേലൂയ ദൂതന്മാരെ ഇറക്കി ഒരു വൻ കാര്യം ദൈവം ചെയ്തെടുത്തെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ആർക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയത്തില്ലാത്ത സാഹചര്യത്തിനകത്ത് ദൈവത്തിന്റെ ദൂതന്മാരെ തമ്പുരാൻ ഇറക്കുക.
ഇറക്കുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ ഇറക്കുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയ ആരും നിനക്ക് ഡോർ തുറന്ന് തരണ്ടെന്ന്, ആരും നിനക്ക് കുറ്റിയെടുത്ത് തരണ്ട, ആരും നിനക്ക് അതിന്റെ ലോക്ക് മാറ്റണ്ട. നീ കാലെടുത്ത് വെക്കുമ്പോ നിനക്ക് വേണ്ടി നീ അറിയാതെ 2-3 മിനിറ്റുകൾ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് പ്രാർത്ഥിച്ചോ. ഇതാ വൻ കാര്യങ്ങൾ നീ പോലും അറിയാതെ നീ ഇറങ്ങി ചെല്ലുമ്പോൾ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് അതിന്റെ മുന്നിൽ ഒരു പക്ഷെ കാവല് നിന്ന് കാണും. എത്ര ബലമുള്ള ലോക്കുകളായിരിക്കും അതിനിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, തന്നെ കൊല്ലാൻ കൊണ്ടിട്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്നലെ സഹോദരന്മാരെ കൊന്നതുപോലെ നാളെ ഇവനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ കൊണ്ടുവന്നിട്ടിരിക്കുകയാ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മുന്നിൽ എത്രയധികം കാവൽക്കാര് കാണും, അത്രയധികം അവർക്ക് അവരെ നോക്കി നിൽക്കുവാനുള്ള ആൾക്കാർ കാണും. പക്ഷെ അവരുടെ നടുവില് അവിടെയുള്ള ആർക്കും പിടിക്കാൻ കഴിയാത്തതുപോലെ, അവിടെയുള്ള ആർക്കും ഒതുക്കി വെക്കാൻ കഴിയാത്തതുപോലെ പത്രോസിന് വേണ്ടി ഒരു വൻ കാര്യം ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ഞാൻ പത്രോസിനെ പ്രസംഗിക്കുമ്പോ, അല്ല യിരെമ്യാവിനെ പ്രസംഗിക്കുമ്പോ, അല്ല ഇസ്രായേൽ ജനത്തെ പറ്റി പറയുമ്പോ, അല്ല വചനത്തിലുള്ള ആരെങ്കിലും പറ്റി പറയുമ്പോൾ പറ, എനിക്ക് വേണ്ടി അങ്ങനെ ഒരു വൻ കാര്യം, എനിക്ക് വേണ്ടി അങ്ങനെ ഒരു വലിയ പ്രവൃത്തി, എനിക്ക് വേണ്ടി അങ്ങനെ ഒരു നീ സ്വപ്നം കാണുന്നത് പോലെ കിടന്നുറങ്ങുമ്പോ എന്തോ ആത്മാവിൽ ആരോടോ പ്രവചിക്കുകയാ. കിടന്നുറങ്ങുമ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള രാത്രി, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഇന്ന് രാത്രി നീ കിടന്നുറങ്ങുമ്പോ തോളിൽ തട്ടി നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി. അധിക ദിവസങ്ങൾ നീ നീങ്ങണ്ടെന്ന് വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ഇന്ന് രാത്രി നീ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നത് പോലെ ഒരു വിടുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരുമെന്ന്, നിന്റെ കൂടാരത്തിനകത്ത് ദൈവം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞ അതിനെ സ്വീകരിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. നീ സ്വപ്നം കണ്ട് എഴുന്നേക്കുമ്പോ ദൂതന്മാർ നിന്റെ കൂടെ നടന്ന്. ഇന്നലെ വരെ നിന്റെ മുന്നിൽ അടഞ്ഞു കിടന്ന ചില ഡോറുകളില്ലേ, ഇന്നലെ വരെ നിന്നെ മുന്നിൽ പിശാച് അടച്ചു വെച്ച ഡോറുകളെ, ഇന്നലെ വരെ പിശാച് നിന്റെ മുന്നിൽ അടച്ചു വെച്ച ചില ഡോറുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ തുടങ്ങുകയാ. മോനെ, നീ വിശ്വസിച്ചോ? സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ നിന്റെ ലൈഫിനകത്ത് കർത്താവ് കൊണ്ടുതരാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില വിടുതലുകൾ പത്രോസിനെ പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്നു. എന്റെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് എന്റെ അകത്തേക്ക് തമ്പുരാൻ കൊണ്ടുവന്നൊരു ഭാഗമാണ്. ഹല്ലേലൂയ. ആര് കടന്നു എന്ന് തന്നെ വിടുവിക്കുമെന്നറിയത്തില്ല, പക്ഷെ താൻ അതിനകത്ത് ഉറങ്ങുകയാ. ആർക്കും വരാൻ കഴിയാത്ത ചില വിഷയത്തിൽ, മാനുഷികമായി ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത ചില വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. കർത്താവിന്റെ കരമിറങ്ങുകയാ, കർത്താവിന്റെ കരമിറങ്ങുകയാ. എന്തോ വ്യക്തിപരമായ ചില വിഷയങ്ങൾക്കകത്ത് കർത്താവിന്റെ കരമിറങ്ങുന്നു. കുടുംബമായുള്ള ചില വിഷയത്തിനകത്ത് കർത്താവിന്റെ കരമിറങ്ങുന്നു. ഇന്നലെ വരെ ഇന്നെ തകർക്കുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളില്ലേ, അതിനകത്ത് കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങി, കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങി നിനക്ക് വേണ്ടി ചിലത് നിർവഹിക്കുന്ന ഇതാ വൻ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇതാ വൻ കാര്യങ്ങൾ. പത്രോസ് അപ്പുറത്ത് തട്ടിയിട്ട് പറയും, എഴുന്നേക്ക്. ഹല്ലേലൂയ, എന്റെ പുറകെ വാ. പത്രോസ് നോക്കുമ്പോ താൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഡോർസുകളൊക്കെ തനിയെ ഓപ്പണായി കിടക്കുന്നു. ഹല്ലേലൂയ. ഇതാ വൻ കാര്യങ്ങൾ. ഹല്ലേലൂയ.
എന്ന് വെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങളെ നമ്മുടെ ചിന്തയിൽ പറ്റുന്നതിൽ അപ്പുറമായതാ ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ ഹല്ലേലൂയ പത്രോസ് ഈ കാരാഗ്രഹത്തിൽ അല്പം കിടക്കും. ഹല്ലേലൂയ. ചില വൻകാര്യങ്ങളൊക്കെ നമ്മൾ കാണണമെങ്കിൽ ചിലതൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോകണമല്ലോ. ഹല്ലേലൂയ. ചില ഇച്ചിരി പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകണം, എന്നാലേ ഇത് വൻകാര്യമാണെന്ന് നമ്മൾ പറയത്തുള്ളൂ. ഹല്ലേലൂയ. ഇച്ചിരി ബുദ്ധിമുട്ടിനകത്തൂടെ ഒക്കെ അതിനകത്ത് നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ലെന്ന്. കാരണം പരീക്ഷയോട് കൂടെ പോക്ക് വഴിയും ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന്. എടാ, തമ്പുരാൻ അനുവദിക്കാതെ ഒരുത്തന് നിന്റെ തലവെട്ടാൻ പറ്റത്തില്ലെന്ന്. തമ്പുരാൻ പറയാതെ ഒരുത്തനും നിന്റെ ഓ ഹല്ലേലൂയ. പിടിച്ചുകൊണ്ടിടാം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്തേക്ക് കൊണ്ടിടാം, കാവൽക്കാരെയും വെക്കാം. പക്ഷെ ഇവനെ തൊടണമെങ്കിൽ, ഹല്ലേലൂയ, തൊടണമെങ്കിൽ ശുശ്രൂഷയുള്ള നിന്നെ, ഇനിയും ദൈവപ്രവൃത്തി ചെയ്യാനുള്ള നിന്നെ തമ്പുരാൻ അനുവദിക്കാതെ ഒരുത്തനും ഒതുക്കാൻ കഴിയത്തില്ലെന്ന്. നീ അവിടെ നിന്ന് ഈസി ആയിട്ട്, ഇവിടെ നിന്ന് ഈസി ആയിട്ട് ഹല്ലേലൂയ പുറത്തു വരുമെന്ന്. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചു വരുമ്പോൾ എഴുതി വെച്ചിരിക്കുക, പത്രോസ് ഒരു സ്വപ്നം കണ്ടതുപോലെ, ദർശനം കണ്ടതുപോലെ വന്നേ. കാരണം ഇതൊക്കെ എങ്ങനെ നടക്കാനാ? ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിരിക്കുന്നു. ഇന്നലെ സഹോദരന്മാരെ വാൾ കൊണ്ട് കൊന്ന് അടുത്ത ഊഴം തനിക്ക. ഈ ഒറ്റ രാത്രിയേ ഉള്ളു. അതിൻ്റെ ഇടയിൽ ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. എന്തോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഒറ്റ രാത്രിക്കകത്ത് ചില ദൈവപ്രവൃത്തികൾ വചനത്തിനകത്ത് നടന്നെങ്കിൽ, ഒറ്റ രാത്രിക്കകത്ത് ഇന്നെന്തോ ഈ രാത്രി നിങ്ങളുടെ ലൈഫ് തിരിയുന്ന രാത്രിയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഈ രാത്രിക്കകത്ത് ഇതിനകത്ത് വന്നിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുകയാ. ഈ രാത്രി നിന്റെ ലൈഫ് തിരിയുന്ന, ഈ രാത്രി നിന്റെ ലൈഫ് തിരിയുന്ന, ഈ രാത്രി നിന്റെ ലൈഫിനകത്ത് ഒരു ഭയങ്കര ചരിത്രം സൃഷ്ടിക്കുന്ന, ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന രാത്രിയാ ഇത് കേട്ടോ. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ. ഇന്ന് രാത്രി നിന്റെ ലൈഫ് തിരിയാൻ തുടങ്ങുകയാ. നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. അടുത്ത മണിക്കൂറുകൾക്കകത്ത്, അടുത്ത മണിക്കൂറുകൾക്കകത്ത് നിന്റെ ബെഡ്റൂമിനകത്ത് ആരും കാണാതെ നീ ദൈവസന്നിധി കരയുമ്പോ നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി, നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി. ഓ ഹല്ലേലൂയ. എങ്ങനെ രക്ഷിക്കുമെന്ന് തനിക്കറിയത്തില്ല. പക്ഷെ ഒറ്റ കാര്യം തനിക്കറിയാമെന്ന്, ഉറങ്ങി. എന്തായാലും ഉറങ്ങി. ഹല്ലേലൂയ. ഉറങ്ങുമായിരുന്നു പുള്ളി. ഹല്ലേലൂയ. നമ്മളെങ്ങാനും എന്ന് ടെൻഷൻ അടിച്ച് അന്നേരം തീർന്നേനെ വെച്ചാ. കാരണം ചേട്ടന്മാരെ കൊന്ന്, സഹോദരന്മാരെ വാൾ കൊണ്ട് കൊന്നു, അടുത്ത ഊഴം എന്നൊക്കെ പറയുമ്പോ അയ്യോ, ഉറങ്ങാൻ പോയിട്ട് ഹല്ലേലൂയ കണ്ണ് ഒന്ന് അടയ്ക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഈ മനുഷ്യൻ കിടന്നുറങ്ങുകയാ. കാരണം ഹല്ലേലൂയ തനിക്ക് ഒരു ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ദൈവം വൻകാര്യം ചെയ്യുമെന്ന്. ഞാൻ പറയട്ടെ, കാരാഗ്രഹമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും പ്രവാസമാണെങ്കിലും അതിനകത്ത് ഇറങ്ങി വരാൻ നിനക്കൊരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. പ്രാരംഭത്തിൽ പറഞ്ഞ പദം ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാ. നീ അനാഥനല്ല, നീ അനാഥനല്ല, നീ ആരുമില്ലാത്തവനല്ല. നിനക്കൊരു അഡ്രസ് ഉണ്ട്, നിനക്കൊരു അഡ്രസ് ഉണ്ട്, നിനക്കൊരു അപ്പനുണ്ട്. നിന്റെ ഏത് സാഹചര്യത്തിനകത്തും ഇറങ്ങുന്ന ദൈവമക്കളെ, ആ പ്രതികൂലത്തിനകത്തും താൻ ധൈര്യത്തോടെ കിടന്നുറങ്ങുകയാ. കാരണം എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഹല്ലേലൂയ. അങ്ങനെ കിടന്നുറങ്ങിയുണ്ട്. താൻ സ്വപ്നം കണ്ടതുപോലെ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ഇത് നോക്കിക്കേ. ഹല്ലേലൂയ. താൻ എഴുന്നേറ്റ് വരുമ്പോൾ, വിലാപ്പുറത്ത് തട്ടി തന്നെ എഴുന്നേപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ ഡോറൊന്നും ആരും തുറക്കാതെ ഹല്ലേലൂയ തുറക്കുകയാ. ഹല്ലേലൂയ. ഇപ്പൊ താൻ ചിന്തിക്കുന്ന സ്വപ്നം കണ്ടതുപോലെ
ഹല്ലേലൂയ. സ്വപ്നം കണ്ടതുപോലെ എന്തോ പദം ഇന്ന് ഒത്തിരി ശബ്ദമായി ഇടപെടുന്നു. ഹല്ലേലൂയ. സ്വപ്നം കണ്ടതുപോലെ ഓ റബ ശംധരാധര നിന്റെ കൂടാരത്തിനകത്ത് ചില വിടുതലുകളെ സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. അറിയാവുന്നവരെല്ലാം ഒന്ന് പാടിയാട്ടെ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധി. ഒരു പ്രാവശ്യം കൂടെ വരി ഒന്ന് പാടിയാട്ടെ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും എല്ലാവരും ആ വരി ഒന്ന് പാടിയാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ദൈവം തുറക്കുകയാ. നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കുകയാ. കുഞ്ഞെ നീ ആ വരി പാടിക്കോ. നിനക്ക് വേണ്ടി ചില വഴി ദൈവം തുറക്കുകയാ. ഈ പദം നീ പാടിക്കൊണ്ടിരിക്കുമ്പോ, ഈ പാട്ടിന്റെ ഈരടി ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് വേണ്ടി ചില വഴികൾ തമ്പുരാൻ തുറക്കുകയാ. ഹല്ലേലൂയ. സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില ദൈവപ്രവർത്തികൾ, സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില ദൈവപ്രവർത്തികൾ, സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില ദൈവപ്രവർത്തികൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം തുറക്കുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ചിലത് മടക്കി വരൂ, ചിലത് മടങ്ങി വരും, ചിലത് മടങ്ങി വരും. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, വിശ്വസിച്ചോ. വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ എന്നേരെ വന്നതാ. പാടിയാട്ടെ. വാക്കിനമ്പിനാൽ ഞാൻ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. എല്ലാ കരങ്ങളും ദൈവത്തിലേക്ക് ഉയർത്തി, എല്ലാ കരങ്ങളും ദൈവത്തിലേക്ക് ഉയർത്തി. നിങ്ങൾക്ക് വേണ്ടി ചില ഡോറുകളെ കർത്താവ് തുറക്കുന്നു, ചില വാതിലുകൾ തുറക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്വപ്നം കാണുന്നത് പോലെയുള്ള ചില ദൈവപ്രവർത്തികൾ, നിങ്ങളുടെ വായ്ക്ക് ചിരി കൊണ്ടുവരുന്ന ദൈവപ്രവർത്തി, ആർപ്പുകൾ കൊണ്ടുവരുന്ന ദൈവപ്രവർത്തി. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് മാറുന്ന ഒരു ദൈവപ്രവർത്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ ഇങ്ങനെയുള്ള വിടുതൽ വന്നിട്ട് പറയുകയാണേ. രമ്യ പ്രവചനം തന്നെ പറയുന്നു, ഞാൻ ഈ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും, പണ്ടത്തെ പോലെയാക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ച് എനിക്കതൊക്കെ മടക്കി വേണം, എനിക്കതെല്ലാം മടക്കി വേണം. നിന്റെ ശുശ്രൂഷ, നിന്റെ ആരോഗ്യം, നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറകളുടെ ഭാവിയുടെ വഴികൾ, നീ കേട്ട ദൈവശബ്ദം പിശാച് കവർന്നു കൊണ്ടുപോയത് മുഴുവനും, പിശാച് കവർന്നു കൊണ്ടുപോയത് മുഴുവനും സ്വർഗത്തിലെ ദൈവം ഇന്ന് മടക്കി തരികയാ. സ്വർഗത്തിലെ ദൈവം മടക്കി തരികയാ. യഹോവ നിങ്ങളിൽ വൻ കാര്യങ്ങൾ, യഹോവ നിങ്ങളിൽ വൻ കാര്യങ്ങൾ, യഹോവ നിങ്ങളിൽ ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ശാന്തമായ ഒരു നിമിഷം 2-3 മിനിറ്റുകളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് സുസ്ഥിരമാക്കി എന്റെ കാൽകളെ പാറമേൽ നിർത്തി, എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഓ നാശകരമായ കുഴിയിൽ നിന്നോ നിന്നും കയറ്റി, നാശകരമായ കുഴിയിൽ നിന്നോ നിന്നും കയറ്റി. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി, എന്റെ മനത്തെ സുസ്ഥിരമാക്കി. ഓ എന്റെ കാൽകളെ പാറമേൽ നിർത്തി, എന്റെ മനത്തെ സുസ്ഥിരമാക്കി. ഓ പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് വേണ്ടമാറ്റേ. ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് വേണ്ടമാറ്റേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ